ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മിസ്റ്ററിയും സസ്പെൻസും ട്വിസ്റ്റും കൊണ്ട് നിറഞ്ഞ കാണുന്ന പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയ വെറും 6 എപ്പിസോഡ് മാത്രമുള്ള ഒരു ഗ്രിപ്പിംഗ് ബ്രിട്ടീഷ് സീരീസ് ആയ ഹിസ് ആൻഡ് ഹേഴ്സ് ആണ്. ആലിസ് ഫീലി എന്ന പോപ്പുലർ ബ്രിട്ടീഷ് റൈറ്ററിന്റെ ഹിസ് ആൻഡ് ഹേഴ്സ് എന്ന് പറയുന്ന നോവലിന്റെ അഡാപ്റ്റേഷൻ ആണ് ഈ സീരീസ്. ഒരു കാട്ടിൽ വെച്ച് അതിക്രൂരമായി ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു. തുടർന്ന് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ച പോലീസുകാർ എത്തിയതോ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിത്തിരിവിലേക്കും. ക്ലൈമാക്സിലാണെങ്കിൽ ഒരു വമ്പൻ ട്വിസ്റ്റും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോയാലോ? എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നട്ടപ്പാതിരക്ക് ജോർജിയയിലെ ഡെലോണിക എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു കാടിനകത്ത് അതിക്രൂരമായി കൊല്ലപ്പെട്ട ഒരു സ്ത്രീയുടെ ബോഡിയായിരിക്കും കാണിക്കുക. മറുഭാഗത്ത് കഥാനായികയായ ആന എന്തോ ടെൻഷൻ അടിച്ച് അവളുടെ റൂമിലേക്ക് പോകുന്നുണ്ടാകും. അവളുടെ പല്ലിനാണെങ്കിൽ ഒടുക്കത്തെ വേദനയുണ്ടാകും. ശേഷം ആനയുടെ വോയിസ് ഓവർ ആണ് കേൾക്കുന്നത്. അതിലെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരും പറയുന്ന എല്ലാ കഥകൾക്കും 2 വശങ്ങളുണ്ടാകും. എന്റെയും നിന്റെയും, നമ്മളുടെയും അവരുടെയും, അവന്റെയും അവളുടെയും. അതായത് അതിലാരോ ഒരാൾ കള്ളം പറയുന്നുണ്ടെന്നർത്ഥം. പിന്നെ കാണിക്കുന്നത് വേറൊരു കഥാപാത്രമായ ജാക്കിനെയാണ്. അവൻ ഡെലോണിഗയിലെ ഒരു ഡിറ്റക്റ്റീവ് ആണ്. അവൻ അവന്റെ സിസ്റ്ററായ സോയിയുടെ കൂടെയാണ് താമസിക്കുന്നത്. സോയിക്ക് ഒരു മകളുണ്ട്, പേര് മെഗ്. സോയി ജാക്കിനോട് നീ ഇന്നലെ എത്ര മണിക്കാ വീട്ടിലേക്ക് വന്നത്? നിന്നെ ഞാൻ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ നീ വെട്ടിയിട്ട ചക്ക പോലെ നല്ല ഉറക്കമായിരുന്നു, പിന്നെ ഞാൻ എപ്പോഴാണ് വീട്ടിലെത്തിയതെന്ന് നീ എങ്ങനെ അറിയാനാ എന്ന് പറയും. ശേഷം ജാക്ക് സ്റ്റേഷനിലേക്ക് പോകും. അവിടെ അവന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അവന്റെ പാർട്ണറായ പ്രിയ വന്നിട്ട് അവനോട് ഇന്നലെ രാത്രി മുഴുവൻ നിങ്ങൾ എവിടെയായിരുന്നു? ഏകദേശം 20 തവണ ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, നമ്മൾക്കൊരു ബോഡി കിട്ടിയിട്ടുണ്ട്, വേഗം അങ്ങോട്ടേക്ക് പോകണമെന്ന് പറയും. ആ ബോഡി മനസ്സിലായോ? അതായത് നമ്മൾ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട അതേ ബോഡി. ഇവിടെ ആന പല്ലുവേദന വന്നിട്ട് അത് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോകും. ആ സമയം ഫോൺ നോക്കുന്നതിനിടയിൽ കാട്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയ കാര്യം FBയിലൊക്കെ ആരൊക്കെയോ പറയുന്നത് അവൾ കാണും. ഇവിടെ ഡോക്ടർ അവളോട് അവളുടെ പല്ലിന്റെ റൂട്ട് ഫ്രാക്ചേർഡ് ആയതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്, സോ ഒന്നിക്കൽ എക്സ്ട്രാക്ഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതിന് താല്പര്യമില്ലെങ്കിൽ തൽക്കാലത്തേക്ക് മരുന്ന് കഴിക്കേണ്ടി വരും എന്ന് പറയും. അങ്ങനെ അവൾ ഡോക്ടറിനോട് മരുന്ന് മതി എന്ന് പറയും. ഇവിടെ ജാക്കും പ്രിയയും കാടിനകത്തുള്ള ആ ബോഡിയുള്ള സ്ഥലത്തെത്തും. ആരോ കത്തി പോലത്തെ എന്തോ കൊണ്ട് കുത്തിയാണ് ആ സ്ത്രീയെ കൊന്നത്. എന്നാൽ കൊല്ലാൻ ഉപയോഗിച്ച വെപ്പൺസോ മറ്റു സാധനങ്ങളൊന്നും തന്നെ അവിടെ എവിടെയും ഉണ്ടാകില്ല. മറുഭാഗത്ത് ആന ഹോസ്പിറ്റലിൽ നിന്നിറങ്ങും. ആന മുമ്പ് അറ്റ്ലാന്റയിലെ WSK TV ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ ന്യൂസ് ആങ്കർ ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പെട്ടെന്നുണ്ടായ അവളുടെ മകളുടെ മരണത്തിന് ശേഷം അവൾ ആകെ മൊത്തം തളർന്ന അവസ്ഥയിലായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടി അവൾ ആ ജോലി വിട്ടും അറ്റ്ലാന്റ് വിട്ടും വേറെ എവിടെയോ മാറി താമസിച്ചു 1 വർഷം. ഇപ്പൊ WSKയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ വേണ്ടി അവിടേക്ക് പോവുകയാണ്. അവിടെ എത്തിയ ആന ലെറ്റ്സി എന്ന ഇപ്പോഴുള്ള അവിടുത്തെ ന്യൂസ് ആങ്കറിനെ കാണും. ആനയെ കണ്ട് ലെറ്റ്സി അവളോട് നീ തിരിച്ചു വന്നോ എന്ന് ചോദിക്കും. ആനയ്ക്ക് ലെറ്റ്സിയോട് സംസാരിക്കാൻ വലിയ താല്പര്യമുണ്ടാകില്ല. അവൾ ജസ്റ്റ് അതേന്ന് പറഞ്ഞ് അവളുടെ ബോസായ ജിമ്മിന്റെ അടുത്തേക്ക് പോകും. ആന ജിമ്മിയുടെ അടുത്ത് പോയിട്ട് താൻ റീജോയിൻ ചെയ്യുകയാണെന്നും അതുകൊണ്ട് ലെറ്റ്സിയെ ഈ ജോലിയിൽ നിന്ന് പുറത്താക്കിയിട്ട് തന്റെ ജോലി തിരിച്ചു വേണമെന്നും ജിമ്മിനോട് പറയും. എന്നാൽ ജിം, ആന നീ എന്തൊക്കെയാ പറയുന്നേ? 1 വർഷത്തോളം ആരോടും ഒന്നും ഒരു വാക്ക് പോലും പറയാതെ ഒരു സുപ്രഭാതത്തിൽ നീ എവിടേക്കോ പോയി. നീ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ ഇവിടെ നിന്ന് പോകുമ്പോ. അതുകൊണ്ട് ലെറ്റ്സിയെ ഞാൻ പെർമനന്റ് ആയിട്ട് ഇവിടെ നിയമിച്ചു എന്ന് പറയും. ജിം, ഒരാഴ്ചയോ 1 മാസമോ 1 വർഷമോ ആയിക്കോട്ടെ, ഇപ്പൊ ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അന്നേരം ജിമ്മ് ആന നോക്ക്, ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവളെ ഞാൻ എന്തായാലും പെർമനന്റ് ആയിട്ട് നിയമിച്ചു എന്ന് പറയും. അവസാനം ആന ശരി എങ്കിൽ എനിക്ക് ഫീൽഡ് റിപ്പോർട്ടറിന്റെ ജോലി എങ്കിലും തരാമോ? ഡെലോണിഗയിൽ വെച്ച് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടേക്ക് പെട്ടെന്ന് പോയി കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാമെന്ന് പറയും. എങ്കിൽ ശരി, പക്ഷെ ഒരു ഫീൽഡ് റിപ്പോർട്ടറിന് കിട്ടുന്ന ചെറിയ സാലറി മാത്രമേ ഞാൻ നിനക്ക് തരികയുള്ളൂ എന്ന് ജിം ആനയോട് ഓർമ്മപ്പെടുത്തും. അവളത് സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ജിം നിനക്ക് ഏത് ക്യാമറമാനെയാണ് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ ആന റിച്ചാർഡിന്റെ പേര് പറയും. ഈ റിച്ചാർഡ് ലെറ്റ്സിയുടെ ഹസ്ബൻഡ് ആണ്. അത് കേട്ട് ജിം, ലെറ്റ്സിയുടെ ഹസ്ബൻഡ് റിച്ചാർഡോ? നിനക്ക് അവനെ അറിയാമോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്കറിയില്ല, പക്ഷെ അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ അവൾ ഡെലോണിഗയിലേക്ക് പോകും. ഈ ഡെലോണിഗയിൽ തന്നെയാണ് അവൾ ജനിച്ചു വളർന്നതും. മറുഭാഗത്ത് ഇവിടെ ജാക്കിനായിരിക്കും കാണിക്കുക. ആ സ്ത്രീയെ കുത്തി പരിക്കേൽപ്പിക്കുക മാത്രമല്ലാതെ അവരുടെ നഖങ്ങളൊക്കെ കില്ലർ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് പോലീസുകാർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എങ്ങാനും അവരുടെ സാന്നിധ്യം കൊണ്ട് ഉള്ള തെളിവുകൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ജാക്ക് എല്ലാവരോടും മാറി നിൽക്കാൻ വേണ്ടി പറയും. കൂടാതെ ഈ സ്ത്രീയുടെ ഫോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും, നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ ആരും അത് തുടരരുത്, നിങ്ങൾ അത് തൊട്ടാൽ അതിലുള്ള കൊലയാളിയുടെ ഫിംഗർ പ്രിന്റ് ഇല്ലാതാകുമെന്ന് ബാക്കിയുള്ളവരോട് ജാക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. എന്നാൽ ആ സമയങ്ങളിൽ ഉടനീളം ജാക്കിന്റെ പെരുമാറ്റം എന്തോ ഒളിപ്പിക്കുന്നത് പോലെയായിരിക്കും. ഇവിടെ ആനിയും റിച്ചാർഡും സംഭവം നടന്ന സ്ഥലത്തെത്തും. അതേസമയം പ്രിയ ജാക്കിനോട് ഇവിടെ ഒരു ബൂട്ട് പ്രിന്റും അതുകൂടാതെ ഒരു കാൽപാദത്തിന്റെ പ്രിന്റും കിട്ടിയിട്ടുണ്ട്. ആ സ്ത്രീയുടെ കാലിൽ ചെരുപ്പില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ആ ബൂട്ടിന്റെ പ്രിന്റ് കില്ലറുടെയും കാൽപാദത്തിന്റെ പ്രിന്റ് ആ സ്ത്രീയുടെയുമാണെന്നാണെന്ന് പറയും. അത് കേട്ട ജാക്ക് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ നീ ഒരുപാട് ചിന്തിച്ചു കൂട്ടേണ്ട, ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒരുപാട് റിപ്പോർട്ടേഴ്സ് ഇവിടെ കുമിഞ്ഞു കൂടിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പോയി നീ അവരൊക്കെ അവിടെ നിന്ന് മാറ്റി നിർത്താൻ നോക്കെന്ന് പറയും. ഇവിടെയാണെങ്കിൽ കുറെ റിപ്പോർട്ടേഴ്സ് തിരക്കിട്ട് എങ്ങനെയൊക്കെയോ ഡെഡ് ബോഡിയുടെ ദൃശ്യങ്ങൾ പകർത്താൻ നോക്കുന്നുണ്ടാകും. പ്രിയ അവിടെ എത്തി എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് ഒരുത്തനും കേട്ട ഭാവം പോലും നടിക്കില്ല. അന്നേരം ജാക്ക് വന്നിട്ട് അവരോട് പ്ലീസ് നിങ്ങൾ ഞങ്ങളെ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണം, മരിച്ച ആളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ഞങ്ങൾ പിന്നീട് അറിയിക്കാം എന്ന്
പറഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ആന ജാക്കിനോട് മരിച്ച സ്ത്രീയെ നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കും. അതാരാടാ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയ ജാക്ക് ആനയെ കണ്ട് ചെറുതായിട്ടൊന്ന് ഞെട്ടു. അതേസമയം പ്രിയ ജാക്കിനോട് അതെന്താ ആ റിപ്പോർട്ടർ നിങ്ങളോട് അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കും. എന്നാൽ ജാക്ക് ആവട്ടെ ആ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ പ്രിയയോട് നീ വേഗം ഫോറൻസിക് പാത്തോളജിസ്റ്റിന്റെ അടുത്ത് പോ, എനിക്ക് വേറെ കുറച്ച് ജോലി തീർക്കാനുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. ശേഷം റിച്ചാർഡ് ആനയോട് അല്ല ആ മരിച്ചത് ആരാണെന്ന് നമ്മൾ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ ജാക്കിനോട് ആ മരിച്ച ആളെ അറിയാമോ എന്ന് ചോദിച്ചത് എന്ന് ചോദിക്കും. അപ്പോ ആന എന്തോ കള്ളത്തരം പോലെ അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയും. ശേഷം റിച്ചാർഡ് മാനയും സംസാരിച്ച് നല്ല കമ്പനിയാകും. എന്നാൽ അവർ സംസാരിക്കുന്നത് ജാക്ക് മാറി നിന്ന് ഇവിടെ നിന്ന് നോക്കുന്നുണ്ടാകും. അതിന് കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് ശേഷം കാണിക്കുന്നത് റിച്ചാർഡ് മാനയും സംസാരിച്ച് അവിടെയുള്ള ഒരു ഹോട്ടലിൽ റൂം എടുത്ത് ഇന്റിമേറ്റ് ആകുന്നതാണ്. അങ്ങനെ ഇവിടെ കലാപരിപാടികൾ നടക്കുന്ന സമയത്ത് ജാക്ക് വന്ന് അവരുടെ റൂമിൽ തട്ടും. എന്നാൽ റൂമിനകത്ത് അവർ എന്താണ് ചെയ്യുന്നതെന്ന് കാര്യം പിടികിട്ടിയ ജാക്ക് അവിടുന്ന് പോകും. അപ്പോഴായിരിക്കും ആന ഡോറ് തുറക്കുക. വന്നത് ജാക്ക് ആണെന്ന് അവൾക്ക് മനസ്സിലാകും. റിച്ചാർഡ് ആനയോട് ആരാ വന്നതെന്ന് ചോദിക്കും. ഓ അത് ജാക്ക് ആണെന്ന് അവൾ മറുപടി കൊടുക്കും. അല്ല നിനക്ക് അയാൾ അറിയാമോ? അന്നേരമായിരിക്കും അവൾ അത് വേറെ ആരുമല്ല ജാക്ക് തന്റെ ഹസ്ബൻഡ് ആണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. മകൾ മരിച്ചതിന് ശേഷം ആന എവിടെയോ പോയി എന്ന് പറഞ്ഞില്ലേ, അത് എവിടെയാണെന്ന് ഈ ജാക്കിന് പോലും അറിയില്ലായിരുന്നു. അവനോടും ഒരു വാക്ക് പോലും പറയാതെയാണ് ആന പോയത്. ആ സമയത്ത് ജാക്കും അറ്റ്ലാന്റയിലായിരുന്നു ഡിറ്റക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആന പോയിട്ടും അവൾക്ക് വേണ്ടി ഒരു വർഷത്തോളം ജാക്ക് അവൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പ്രയോജനമുണ്ടായില്ല. പക്ഷെ പോലീസ് പണി അവൻ മര്യാദയ്ക്ക് എടുക്കാത്തത് കൊണ്ട് തന്നെ ജാക്കിനെ അവർ അറ്റ്ലാന്റയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് അവർ തന്നെ ജാക്കിനെ ഇവിടെ ഡെലോണിക്ക് ട്രാൻസ്ഫർ ചെയ്തു. കുറെ നാളുകൾക്ക് ശേഷം പെട്ടെന്ന് അവളെ കണ്ടതുകൊണ്ടാണ് ജാക്ക് കുറച്ചു മുമ്പ് അവളെ തന്നെ നോക്കിയത്. ഇവിടെ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ ജാക്ക് റിച്ചാർഡിന്റെ ഹിസ്റ്ററി പറ്റി അന്വേഷിക്കാൻ വേണ്ടി പ്രിയയോട് വിളിച്ചു പറയും. അന്നേരം മാനി അവൻ കാണും. അവൻ അവളെ വിളിക്കും. എന്നാൽ ആന അത് കേട്ടിട്ടും അവനെ മൈൻഡ് ചെയ്യാതെ അവിടുന്ന് വണ്ടി എടുത്തു പോകും. പിറകെ ജാക്കും പോകും. ആന നേരെ പോവുക അവളുടെ അമ്മ ആലിസിന്റെ അടുത്തായിരിക്കും. ഒന്നാമത് കുറെ നാളുകളായല്ലോ അവൾ എല്ലാവരിൽ നിന്ന് മാറി നിന്നിട്ട്. അവളെ കണ്ട ആലിസിന് സന്തോഷവും സങ്കടവും കൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കും. ആ സമയം ജാക്കും അവിടെ എത്തും. അവനെ കണ്ട ആലിസ് ഓ നീ എത്തിയോ, നിക്ക് ഞാൻ നിനക്ക് കോഫി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോകും. ആ സമയം ആന ജാക്കിനോട് നീ എന്താ എന്നെ ഫോളോ ചെയ്യുകയായിരുന്നോ? അത് കേട്ട് ജാക്ക് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അല്ല നേരത്തെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് മരിച്ച സ്ത്രീ എനിക്കറിയാമോ എന്ന് നീ എന്തിനാ ചോദിച്ചതെന്ന് അവളോട് ചോദിക്കും. അപ്പോൾ ആന അതിനൊന്നും മറുപടി പറയാതെ തിരിച്ച് ജാക്കിനോട് ആരാ മരിച്ചതെന്ന് എന്ന് പറയും. പക്ഷെ ജാക്ക് ഒന്നും പറയില്ല. ഇതൊരു നടപടിക്ക് പോകില്ല എന്ന് മനസ്സിലാക്കി അവൾ പേടിക്കണ്ട ഞാൻ ആരോടും പറയില്ല, ആരാ മരിച്ചതെന്ന് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കും. അന്നേരം ജാക്ക് മറ്റാരുമല്ല നിന്റെ ഫ്രണ്ടില്ലേ റേച്ചൽ, അവളാണ് മരിച്ചത്. റേച്ചൽ ഇപ്പൊ തന്റെ ഫ്രണ്ട് ഒന്നുമല്ല എന്ന് ആൻ മറുപടി പറയും. ഈ റേച്ചൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആനയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. റേച്ചൽ മാത്രമല്ല ജാക്കിന്റെ സിസ്റ്റർ സോയിയും പിന്നെ ഹെലൻ എന്ന പെണ്ണും. എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണത്താൽ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി. തുടർന്ന് ജാക്ക് പറയും റേച്ചലാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല, അവളുടെ ഹസ്ബൻഡിന് പോലും. നീ ആയിട്ട് ആരോടും പറയരുത്. ജാക്ക് എന്തൊക്കെയോ പേടിക്കുന്നുണ്ട്. ആ സമയം ആലിസ് വന്നിട്ട് ജാക്കിനോട് നീ ഇതെപ്പോഴാ വന്നതെന്ന് ചോദിക്കും. അത് കേട്ട ആന അമ്മ ഇപ്പോഴല്ലേ ജാക്കിനെ കണ്ടത്, പിന്നെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ എന്ന് ചോദിക്കും. അന്നേരം ജാക്ക് ആനയോട് ആന എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയും. അത് കുറച്ച് ദിവസമായിട്ട് നിന്റെ അമ്മക്ക് ഡിമെൻഷ്യയോ അൽസൈമേഴ്സോ അങ്ങനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാരണം രാത്രി സമയങ്ങളിലൊക്കെ അമ്മ പുറത്തിറങ്ങി നടക്കുന്നത് ആളുകൾ പറയുന്നത് ഞാൻ കേട്ടു. എപ്പോഴാ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതെന്ന് ആൾക്ക് പോലും അറിയില്ല. ദിവസം കഴിയും തോറും ഇതിന്റെ ഇന്റൻസിറ്റി കൂടി വരികയാണ്. എന്നാൽ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി എത്ര പറഞ്ഞിട്ടും അമ്മ കാണിക്കുന്നില്ല എന്ന് ജാക്ക് പറയും. അങ്ങനെ അവിടുന്ന് സീൻ കട്ടായിട്ട് അടുത്ത സീനിൽ ജാക്ക് ഫോറൻസിക് പാത്തോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുക. അന്നേരം ഡോക്ടർ ജാക്കിനോടും പ്രിയയോടും ഏതാണ്ട് 40 തവണ വിക്ടിമിനെ കില്ലർ കത്തി കൊണ്ട് കുത്തിയിട്ടുണ്ട്. എന്നാൽ വിക്ടിം കില്ലറിനെ പ്രതിരോധിക്കാൻ നോക്കിയതിന്റെ ഒരു സൈനും കാണുന്നില്ല. ചിലപ്പോൾ വിക്ടിമിനെ അവൻ അറിയാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അത് കേട്ട് പ്രിയ അവനോ അതെന്താ നിങ്ങൾ അവനെന്ന് പറഞ്ഞതെന്ന് ചോദിക്കും. മെയിലാകണമെന്ന് ഉറപ്പൊന്നുമില്ലല്ലോ. എന്താ വെച്ചാൽ വിക്ടിമിന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് സീമൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കില്ലറിന്റെ ആവാനാ സാധ്യത. പിന്നെ എനിക്ക് ഇന്ന് ക്രൈം നടന്ന സ്ഥലത്ത് വന്ന എല്ലാ ആളുകളുടെയും DNA വേണം, ഒപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും എന്ന് പറയും. അത് കേട്ട ജാക്ക് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ഞങ്ങളുടെ സാമ്പിൾ നാളെ തരാം, ഇപ്പോൾ ഞങ്ങൾക്ക് വിക്ടിമിന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. മറുഭാഗത്ത് ആന അവളുടെ വീട്ടിലെ റൂമിലേക്ക് കയറും. അവിടെയാണെങ്കിൽ അവളുടെ കുഞ്ഞിന്റെ ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്നുണ്ടാകും. ആ സമയം അവിടെ കിടന്ന ആനയുടെ പഴയ ക്യാമറ കണ്ണിൽപ്പെട്ട് അവൾ അത് എടുത്തു നോക്കും. അതിൽ അവളുടെ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാകുക. അതായത് നേരത്തെ പറഞ്ഞില്ലേ റേച്ചൽ, സോയി, ഹെലൻ അവരുടെയൊക്കെ. ആനയുടെ 16ാമത്തെ ബർത്ത്ഡേക്ക് എടുത്ത വീഡിയോ ആയിരിക്കും അത്. ഫ്രണ്ട്സ് ആയ സമയത്ത് അവരുടെ ആ ഗാങ്ങിൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. ആന അങ്ങനെ അവളുടെ ബ്രേസ്ലെറ്റ് എടുത്തു നോക്കും. മറുഭാഗത്ത് റേച്ചലിന്റെ ബോഡി പരിശോധിച്ച പാത്തോളജിസ്റ്റിന് അവളുടെ വായയിൽ നിന്നും നേരത്തെ ആനയുടെ കയ്യിലുണ്ടായിരുന്ന അതേ ബ്രേസ്ലെറ്റ് കിട്ടും. അവരത് കണ്ട് ഞെട്ടു. വേറൊരു ഭാഗത്ത്
ഭാഗത്ത് ജാക്കും പ്രിയയും കൂടി റേച്ചലിന്റെ ഹസ്ബൻഡായ ക്ലേഡിനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് പോകും. അവിടെ എത്തി അവർ എത്ര കോളിംഗ് ബെല്ല് അടിച്ചിട്ടും ആരും വാതിൽ തുറക്കില്ല. അവിടുന്ന് സീൻ കട്ടായിട്ട് അങ്ങനെ അന്നേ ദിവസം ഈവനിങ് ആന റേച്ചൽ മരിച്ച അതേ സ്ഥലത്ത് വെച്ച് ലൈവായിട്ട് ന്യൂസിലൂടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കും. പ്ലസ് ജാക്ക് അവളോട് റേച്ചലാണ് മരിച്ചതെന്ന് പുറത്ത് പറയരുതെന്ന് പറഞ്ഞിട്ടും അവൾ റേച്ചലാണ് മരിച്ചതെന്നുള്ള വിവരം ന്യൂസിൽ പറയും. കാരണം എങ്ങനെയെങ്കിലും ലെറ്റ്സിയെ കടത്തിവിട്ട് ലെറ്റ്സിക്ക് മുമ്പിലെത്തി ചാനലിന്റെ ഗ്രോത്ത് കൂട്ടണം, അതുവഴി ജിമ്മ് തന്നെ തിരിച്ചെടുക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ആനക്കുള്ളൂ. ഇതോടെ പുറലോകം മൊത്തം മരിച്ചത് ആരാണ്, എന്തൊക്കെ നടന്നതെന്നൊക്കെ അറിയും. അന്നേരം സോയി ആനയെ ടിവിയിൽ കണ്ടു ഞെട്ടും. ആന തിരിച്ചു വന്നെന്ന് അവൾക്ക് മനസ്സിലാകും. പറയണ്ട എന്ന് പറഞ്ഞിട്ടും ഇവളെന്തിനെ എല്ലാം ന്യൂസ് വഴി എല്ലാവരെയും അറിയിച്ചതെന്ന് ഓർത്ത് ദേഷ്യം വന്ന ജാക്ക് ആനയെ കാണാൻ വേണ്ടി പോകും. ആനയാണെങ്കിൽ ലൈവ് ഒക്കെ കഴിഞ്ഞ് റേച്ചൽ മരിച്ച അതേ സ്പോട്ടിൽ ഒന്ന് നോക്കും. അപ്പോഴായിരിക്കും റേച്ചൽ മരിക്കുന്നതിന്റെ തലേ ദിവസം റേച്ചലും ജാക്കും സെക്സ് ചെയ്തത് കാണിക്കുക. അത് മാത്രമല്ല വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആന ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ അവൾ ഓടി അവളുടെ റൂമിൽ പോകുന്നത് കാണിച്ചില്ലേ, അത് തന്റെ ഹസ്ബൻഡിനെ റേച്ചലിന്റെ കൂടെ കണ്ടിട്ടായിരുന്നു. ഇതൊക്കെ കൊണ്ടാണ് ജാക്ക് എന്തോ ഒളിപ്പിക്കുന്നത് പോലെ ബിഹേവ് ചെയ്തത്. ഇവിടെ വെച്ച് എപ്പിസോഡ് 1 കഴിയും. റേച്ചലിന്റെ കൂടെ ആ ദിവസം രാത്രി ഉണ്ടായിരുന്നത് ജാക്കാണ്. അങ്ങനെയാണെങ്കിൽ റേച്ചലിന്റെ മരണത്തിനു പിറകിലും ഈ ജാക്ക് തന്നെ ആയിരിക്കുമോ എന്ന് നമ്മൾക്ക് വരും എപ്പിസോഡുകളിൽ കണ്ടറിയാം.